ലോകത്തിന്റെ എണ്ണക്കുഴൽ എന്നറിയപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കെ ഇറാനെ പ്രതിരോധിക്കാൻ അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ജലപാതയുടെ നിയന്ത്രണം കൈക്കലാക്കാൻ ഇറാൻ നടത്തുന്ന ശക്തമായിട്ടുള്ള നീക്കങ്ങളെ ചേർക്കാൻ ഈ പാശ്ചാത്യ ശക്തികൾക്ക് കഴിയുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഹോർമുസ് കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മേൽക്കൈ ഇറാന്റെ മേഖലയിലെ അല്ലെങ്കിൽ ഇറാനെ മേഖലയിലെ അജീയ ശക്തിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ അമേരിക്കൻ സൈനിക ശക്തിക്ക് പോലും ഹോർമുസ് കടലിടുക്കിൽ പൂർണ്ണമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്ന ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡെഫുളിന്റെ തുറന്നു പറച്ചിൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് സാധിക്കാത്തത് യൂറോപ്യൻ സേനകൾക്ക് സാധ്യമല്ല എന്നാണ് അദ്ദേഹം ഉറപ്പു നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാന്റെ കരുത്തിനെ തന്നെയാണ്. കാരണം അത്രയേറെ ഇറാന്റെ കരുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല എന്നുള്ളൊരു മുന്നറിയിപ്പായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. മേഖലയിലെ ഇറാന്റെ സ്വാധീനമില്ലാതെ സമാധാനപരമായിട്ടുള്ള കപ്പൽ ഗതാഗതം അസാധ്യമാണെന്നും പറയുന്നുണ്ട്. ഇറാനുമായിട്ടുള്ള അറബ് രാജ്യങ്ങളുമായും കരാറിലെത്തുക മാത്രമാണ് പോംവഴി എന്നാണ് വാഡെഫുൾ വ്യക്തമാക്കുന്നത്. അതായത് ഇറാനുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം ഏത് രാജ്യത്തെ കപ്പലും അതുവഴി പോകാം. പക്ഷേ അല്ലാത്ത പക്ഷം യാതൊരു തരത്തിലുള്ള നീക്കങ്ങളോ അല്ലെങ്കിൽ നിലപാടുകളോ ഒന്നും മാറ്റാതെ അതിനെ ഒരു കുറച്ചയവൊക്കെ വരുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഇറാൻ തൽക്കാലം നൽകുന്നില്ല എന്നതാണ് ഈ പറയുന്ന വാഡെഫുൾ വ്യക്തമാക്കുന്നത്. നമുക്ക് അറിയാം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇറാൻ എടുക്കുന്ന നിലപാടിലൊക്കെ ചെറിയ ചെറിയ അയവുകൾ വരുത്തുമായിരുന്നു. അതായത് മറ്റുള്ളവർക്കൊന്നും അത് ബുദ്ധിമുട്ടാകരുത് അല്ലെങ്കിൽ അവർക്കൊന്നും അതൊരു പ്രശ്നമാകരുത് എന്നുള്ള രീതിയിലുള്ള ഒരു പോംവഴിയൊക്കെ ആയിരുന്നു അന്ന് ഇറാൻ നോക്കിയിരുന്നത്. പക്ഷേ ഈ ഒരു യുദ്ധത്തിന് ശേഷം, അതായത് ഈ അയത്തുള്ള അലി ഖമീനിയുടെ മരണത്തിന് ശേഷം പിന്നീട് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് പറയുന്നത് കടുത്തമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ്. അപ്പൊ ആ നിയന്ത്രണങ്ങൾ മറ്റുള്ള മേഖലയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് അവർക്കൊരു പ്രശ്നമേ അല്ല. എങ്ങനെയെങ്കിലും ഈ പറയുന്ന അമേരിക്കയെ തുരുത്തി ഓട്ടിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഈ പറയുന്ന ഇറാനുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും സമ്മർദ്ദത്തിലാക്കുന്നത്. എന്തായാലും മേഖലയിലെ ഇറാന്റെ ഈ മിസൈൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ശക്തമായിട്ടുള്ള വ്യോമാക്രമണം നടത്തിയതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാണെന്ന് ആരോപിച്ച് ഇറാന്റെ തീരപ്രദേശങ്ങളിലെ അതീവ സുരക്ഷയുള്ള മിസൈൽ കേന്ദ്രങ്ങളിൽ 5000 പൗണ്ട് ഭാരമുള്ള ഭീമൻ ബോംബുകൾ അമേരിക്ക വർഷിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ അമേരിക്കയുടെ അത്യാധുനിക ആയുധങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രതിരോധമാണ് ഇറാൻ കാഴ്ചവെക്കുന്നത്. അതായത് ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ വർഷം മേഖലയിലെ ശക്തി സന്തുലനം മാറ്റി വരച്ചു എന്ന് വേണം പറയാൻ. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിനുള്ളിൽ 2 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഒഴിവാക്കിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും ഇറാന്റെ മിസൈൽ ശേഷി അമേരിക്കൻ സഖ്യകക്ഷികളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. തങ്ങളെ തൊട്ടാൽ പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്ന വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. അതായത് ഹോർമുസ് കടലിടുക്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സംയുക്ത സേന രൂപീകരിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനത്തെ സഖ്യകക്ഷികൾ ഒന്നടങ്കം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം ഇത്രയും നാളൊക്കെ ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ വെള്ളത്തിൽ വരച്ച വര പോലെയൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള തന്ത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പെടും എന്നുള്ള കാര്യം ഈ സഖ്യകക്ഷികൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനത്തെ അവർ ഒന്നടങ്കം തന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇത് നമ്മുടെ യുദ്ധമല്ല, നമ്മൾ അത് ആരംഭിച്ചിട്ടില്ല എന്ന ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസിന്റെ വാക്കുകൾ ട്രംപിനേറ്റ കനത്ത പ്രഹരം കൂടിയാണ്. കാരണം യുദ്ധം ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റു രാജ്യത്തെ പ്രസിഡന്റുമാർക്ക് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ എത്രത്തോളമാണ് ഇതിലെ സത്യം, അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ പിന്നിൽ, എന്തുകൊണ്ടാണ് ഈ യുദ്ധം നടക്കുന്നത്, ആർക്കെതിരെയാണ് നിൽക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മനസ്സിലായി. മാത്രമല്ല, ട്രംപിന്റെ കുബുദ്ധികളും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ട്രംപിനൊപ്പം നിൽക്കുന്നത് അസാധ്യമാണെന്നാണ് പലരും പറയുന്നത്. മാത്രമല്ല, ഇറാനുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറല്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും ട്രംപിന്റെ നീക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഫ്രാൻസ് പങ്കെടുക്കുന്നില്ല എന്ന് അവരും വ്യക്തമാക്കി. ഇനി ഇറാന്റെ കരുത്തിനെ നേരിടാൻ സഖ്യകക്ഷികൾ മടിക്കുന്നത് ട്രംപിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. കാരണം ട്രംപ് നോക്കിയപ്പോൾ എല്ലാവരും വരുമെന്നാണ് കരുതിയത്. പക്ഷേ അവിടെ എല്ലാം ട്രംപ് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ പറയുന്നത് പോലെ തന്നെ യുദ്ധം ചെയ്ത് അവസാനം ആ യുദ്ധത്തിൽ തന്നെ തീരുന്ന ഒരു അവസ്ഥയിലേക്ക് ട്രംപ് ഇന്ന് മാറുകയാണ്.
സഖ്യകക്ഷികൾ സഹായിച്ചില്ലെങ്കിൽ നാറ്റോയുടെ ഭാവി അപകടത്തിലാകുമെന്നുള്ള ഭീഷണിയാണ് അദ്ദേഹം ഉയർത്തി കഴിഞ്ഞത്. അതായത് കൂടെ ആരെങ്കിലും നിന്നില്ലെങ്കിൽ അവരെ തള്ളിക്കളഞ്ഞ് അവർക്കെതിരെ വലിയ ഭീഷണി മുഴക്കുന്ന ഒരു നയം തന്നെയാണ് ഇവിടെയും ഈ ട്രംപ് സ്വീകരിച്ചിട്ടുള്ളത്. സഖ്യകക്ഷികളുടെ പിന്മാറ്റത്തിന് പിന്നാലെ തനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന നിലപാടിലേക്ക് ട്രംപ് മാറി നിൽക്കുകയാണ്. എന്തായാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് അവിടുത്തെ പ്രസിഡന്റുമാർ പറയുകയാണ് ഞങ്ങൾ ഇതിലേക്ക് വരുന്നില്ല തൽക്കാലം എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. കാരണം ഇസ്രയേലിനെ അമേരിക്ക ഇപ്പോൾ ഏത് നിമിഷവും വിഴുങ്ങാം എന്ന അവസ്ഥയിലേക്ക് ഇറാന്റെ മിസൈലുകൾ കാത്തിരിക്കുകയാണ്. എന്തായാലും അയർലൻഡ് പ്രധാനമന്ത്രി മൈക്കിൾ മാർട്ടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കാൻ അമേരിക്ക ഒറ്റയ്ക്ക് മതിയെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ പണ്ട് മുതലേ അമേരിക്കൻ പ്രസിഡന്റുമാർ പുലർത്തിപ്പോന്ന മൃദു സമീപനമാണ് സഖ്യകക്ഷികളെ ഇത്രത്തോളം നിസ്സംഗരാക്കിയതെന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് അന്ന കെല്ലി കുറ്റപ്പെടുത്തുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഈ ഭൂമിശാസ്ത്രപരമായിട്ട് ഹോർമുസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ ആധിപത്യം തകർക്കുക അസാധ്യമാണെന്നാണ് സൈനിക വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. ഇനി ഇടുങ്ങിയ ഈ ഒരു ജലപാതയിലൂടെയുള്ള എണ്ണ ടാങ്കറുകളുടെ ഗതാഗതം തടയാൻ ഇറാന്റെ ചെറിയ ബോട്ടുകൾക്കും മിസൈൽ യൂണിറ്റുകൾക്കും മാത്രമാണ് സാധിക്കുന്നത്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ സിംഹഭാവവും കടന്നു പോകുന്ന ഈ ഒരു പാതയിൽ ഇറാനെ പ്രയോഗിപ്പിക്കുന്നത് ആഗോള സാമ്പത്തിക തകർച്ചയ്ക്ക് വീഴ്ച ഉണ്ടാകുമെന്നും യൂറോപ്പ് ഒക്കെ ഭയപ്പെടുകയാണ്. ഇനി തങ്ങളുടെ മണ്ണിലെ മിസൈൽ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് ഇറാൻ ശക്തമായിട്ടുള്ള മറുപടിയും നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും പടിഞ്ഞാറൻ ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുമെന്നും ഇറാൻ ആവർത്തിച്ച് പറയുമ്പോഴും മേഖലയിൽ വലിയ രീതിയിലുള്ള സംഘർഷഭരിതമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്നത് തടയാൻ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങൾ ഓരോന്നോരോന്ന് പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്ക് ഒരു ആഗോള യുദ്ധക്കളമായിട്ട് മാറുമ്പോൾ ഇറാന്റെ ഈ തന്ത്രപ്രധാനമായിട്ടുള്ള കരുത്തിനു മുന്നിൽ ലോകശക്തികൾ പകച്ചു നിൽക്കുകയാണ്. അമേരിക്കയുടെ ഭീഷണികളെ ആക്രമണങ്ങളെയും പുച്ഛിച്ചു തള്ളുന്ന ഇറാന്റെ നിലപാട് മേഖലയിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് രൂപം നൽകുന്നുമുണ്ട്. എന്തായാലും സഖ്യകക്ഷികളുടെ പിന്തുണ നഷ്ടപ്പെട്ട ട്രംപിന് ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി ഒറ്റയ്ക്ക് നേരിടുക എന്നത് വലിയൊരു പരീക്ഷണമായിരിക്കും. ഇനി ഹോർമുസ് കടലിടുക്ക് ഇന്ന് കേവലം ഒരു ജലപാത മാത്രമല്ല, മറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ഇറാൻ നൽകുന്ന ശക്തമായിട്ടുള്ള വെല്ലുവിളിയുടെ പ്രഭാവ കേന്ദ്രവുമാണ്. അത്യാധുനിക ആയുധങ്ങളും സഖ്യകക്ഷികളുടെ പിന്തുണയും ഉണ്ടായിട്ടും ഈ ഇടുങ്ങിയ പാതയിൽ ഇറാന്റെ സ്വാഭാവികമായിട്ടുള്ള മേൽക്കൈ തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയ്ക്ക് പോലും സാധിക്കില്ല എന്ന് യൂറോപ്യൻ രാജ്യങ്ങളുടെ തുറന്നു പറച്ചിലിൽ മേഖലയിലെ ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള വിജയമാണ് വിരൽ ചൂണ്ടുന്നത്. തങ്ങളുടെ തീരങ്ങളിൽ അമേരിക്ക വർഷിച്ച ഓരോ ബോംബിനും പകരമായിട്ട് ഇസ്രയേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ട് തങ്ങളെ തളയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന കൃത്യമായിട്ടുള്ള സന്ദേശം ഇറാൻ നൽകി കഴിഞ്ഞു. ഇനി സഖ്യകക്ഷികൾ കൈവിട്ടതോടെ ട്രംപ് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എങ്കിലും ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം ഇറാന്റെ കൈകളിൽ തന്നെ തുടരുകയാണ്. ആഗോള എണ്ണ വിപണിയുടെ താക്കോൽ കൈവശമുള്ള ഇറാനെ പിണക്കി ഒരു യുദ്ധത്തിനും യൂറോപ്പ് തയ്യാറല്ലാത്തത് ഇറാന്റെ നയതന്ത്ര വിജയമാണ്. വരും ദിവസങ്ങളിൽ അമേരിക്ക കൂടുതൽ പ്രകോപനങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ അത് ഹോർമുസ് കടലിടുക്ക് എന്നേക്കുമായിട്ട് അടച്ചിടുന്നതിലേക്കും ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാം. ഈ ഹോർമുസ് കടലിടുക്കിലെ ഈ ഒരു ചതുരംഗലയിൽ ഇറാന്റെ കരുത്തിന് മുന്നിൽ പതറുന്ന അമേരിക്കയാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്.